ഹായ് ഓൾ അസ്സലാം വലൈക്കും വെൽക്കം ബാക്ക്. എന്തെല്ലാം വിശേഷം? എല്ലാവർക്കും സുഖല്ലേ? ഇന്നത്തെ സ്പെഷ്യൽ ചിക്കൻ കൊണ്ടുള്ള സ്നാക്സ് കഴിച്ച് മടുത്തിട്ടുണ്ടോ? എന്നാൽ നമുക്ക് ബീഫ് കൊണ്ടൊരു സ്പെഷ്യൽ ഐറ്റം ഉണ്ടാക്കാം, ബീഫ് ലോലിപോപ്പ്. ഇത് പ്രത്യേകിച്ച് നമ്മുടെ കുട്ടീസിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്ന ഒരു റെസിപ്പിയാണ്. കുട്ടികൾക്ക് മാത്രമല്ല കേട്ടോ, മുതിർന്നവർക്കും ഇഷ്ടാകും. അതിൻ്റെ മുന്നേ ആയിട്ട് ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നെങ്കിൽ, നിങ്ങൾക്ക് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. എന്നാൽ ശരി, വേഗം തന്നെ വീഡിയോയിലോട്ട് പോകാം. നമ്മുടെ ബീഫ് ലോലിപോപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു കുക്കർ എടുക്കാം. എന്നിട്ട് നമുക്കൊരു മീഡിയം സൈസ് 2 കിഴങ്ങ് എടുത്തിട്ട് അത് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കട്ടാക്കാം. ഇനി നമുക്ക് കുക്കറിലോട്ട് ഇട്ടുകൊടുത്തതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി, അതുപോലെ കുറച്ച് ഉപ്പ്, പിന്നെ ആവശ്യത്തിന് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കണം. ഒരു 2-3 ഫിസിലടിച്ചാൽ തന്നെ നമുക്ക് നന്നായിട്ട് വെന്ത് കിട്ടും കേട്ടോ. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് ഫ്ലെയിം കത്തിച്ചാൽ മതി കേട്ടോ. അതിനുശേഷം നമുക്ക് കുറച്ച് ഒരു 5 ബ്രെഡ് എടുക്കാം. ബ്രെഡ് എടുത്തതിന് ശേഷം നമുക്കത് നനവൊന്നുമില്ലാത്തൊരു മിക്സിയുടെ ജാറിലിട്ടിട്ട് നമുക്ക് കുറച്ച് ബ്രെഡ് ക്രംസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതൊന്ന് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കാം. അതും ഒരു പാത്രത്തിലോട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതാട്ടോ, നന്നായിട്ട് തന്നെ നമുക്ക് പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ശേഷം ഒരു ബൗൾ എടുത്തിട്ട് അതിലോട്ട് 3 ടേബിൾ സ്പൂണോളം മൈദപ്പൊടി ഇട്ട് കൊടുക്കാം. ശേഷം നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സാക്കി എടുക്കാം. കുറച്ച് ലൂസ് രൂപത്തിൽ വേണം കേട്ടോ നമുക്ക് ഈ ബാറ്റർ എടുക്കാൻ. നമുക്ക് മിക്സ് ആക്കിയിട്ട് ഇനിയിപ്പോൾ ഇതിന് പകരം ഒരു മുട്ട എടുക്കാം കേട്ടോ. മുട്ടയാണെങ്കിലോ മൈദയാണെങ്കിലോ ഒന്നും കുഴപ്പമില്ല, ഏത് നിങ്ങളുടെ ചോയ്സ് കേട്ടോ. ഇതുപോലെ ഒരു കൺസിസ്റ്റൻറ്റിയിലായിരിക്കണം കേട്ടോ. കണ്ടോ, കുറച്ച് ലൂസായിട്ട്. അപ്പോഴേക്കും നമ്മുടെ കിഴങ്ങൊക്കെ നന്നായിട്ട് ഇതാ വെന്ത് വന്നിട്ടുണ്ട്. ഇനി തൊലിയൊക്കെ കളഞ്ഞിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ ഇത് ഉടച്ചെടുക്കണം കേട്ടോ. കട്ടകളൊന്നും ഇല്ലാതെ തന്നെ നല്ല സ്മൂത്തായിട്ട് തന്നെ നമുക്കിങ്ങനെ ഉടച്ചെടുക്കണം. ശേഷം നമുക്ക് 120 ml കപ്പിന് നമുക്ക് ബീഫാണ് കേട്ടോ. ബീഫ് മഞ്ഞൾപ്പൊടി, ഉപ്പ്, കുരുമുളക് പൊടിയൊക്കെ ഇട്ടിട്ട് വേവിച്ചിട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ്. കൂടുതൽ അരഞ്ഞു പോയരുത്, അരഞ്ഞു പോയാൽ നമ്മുടെ സ്നാക്സ് ടേസ്റ്റ് ഉണ്ടാവില്ല. അതുപോലെ തന്നെ 250 ml കപ്പോളം നമുക്ക് കുറച്ച് സവാള കട്ട് ചെയ്തെടുക്കാം. അത് ജസ്റ്റ് ഒന്നൊരു മീഡിയം സൈസിൽ കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ. കൂടുതൽ ചെറുതാക്കും വേണ്ട, എന്നാൽ കുറച്ച് ലോങ് ആയിട്ടും വേണ്ട. അത് കട്ടാക്കി എടുക്കാം. പിന്നെ ഒരു പാൻ വെച്ചിട്ട് ഓയിൽ ഒഴിക്കാം. അതിനുശേഷം നമുക്ക് സവാള ഇട്ട് കൊടുത്തതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി 1 സ്പൂണോളം അതും ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ആ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ശേഷം നമുക്ക് കൂടുതൽ ഇങ്ങനെ വഴറ്റി കൊടുക്കൊന്നും വേണ്ട. അപ്പോൾ തന്നെ 1/2 സ്പൂണോളം മഞ്ഞൾപ്പൊടിയും ഒരു 1/2 സ്പൂണോളം മുളക് പൊടിയും അതുപോലെ മല്ലിപ്പൊടി 1 സ്പൂണോളം ഇട്ടുകൊടുത്തിട്ട് ഗരം മസാല ഒരു 1/4 സ്പൂണോളം ഇട്ട് കൊടുക്കാം. നന്നായിട്ട് പച്ചമണം മാറുന്നവരെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കൊരു 1/2 സ്പൂണോളം കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ക്രഷാക്കി വെച്ച് നമ്മുടെ ബീഫും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ നമ്മുടെ വേവിച്ച് വെച്ച് നമ്മുടെ ഉരുളക്കിഴങ്ങ് ഉണ്ടല്ലോ, അതും കൂടി ഇതിലോട്ട് ഇട്ടുകൊടുത്തിട്ട് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. നമ്മുടെ എല്ലാ ഭാഗത്തും മിക്സാക്കി എടുക്കാം. ഇനി നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ല. ഉപ്പ് കിഴങ്ങിലും ബീഫിലും ഒക്കെ ചേർത്തത് കാരണം ഉപ്പ് ചേർത്തിട്ടില്ല. ഇനി ഉപ്പില്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് നമുക്ക് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ചൂടാറിയതിന് ശേഷം നമ്മൾ കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ട് നമുക്ക് ഇതൊന്ന് കുഴച്ചെടുക്കണം കേട്ടോ. ഇതുപോലെ നന്നായിട്ട് നമുക്ക് കുഴച്ചെടുക്കണം. നമുക്കിങ്ങനെ അതൊന്ന് ബോൾസ് ആക്കി എടുക്കാനുള്ളതാണ്. അപ്പോൾ ബോൾസ് ആക്കി എടുത്താലേ നമുക്ക് ഷേപ്പ് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇതുപോലുള്ള സ്റ്റിക്കൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എടുത്ത് വെക്കുക. എന്നിട്ട് നമുക്കിങ്ങനെ ബോൾസ് ആയിട്ട് നമ്മുടെ സ്റ്റിക്കിൽ കുത്തിയിട്ട് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കുക കേട്ടോ. സിമ്പിളാണ് കേട്ടോ. കാണുമ്പോൾ ഇങ്ങനെ കുറച്ച് ടഫായിട്ടൊക്കെ തോന്നും, പക്ഷേ സിമ്പിളാണ്. ഇനി നമ്മൾ മൈദപ്പൊടിയുടെ ബാറ്ററിലോട്ട് നമുക്കൊന്നിങ്ങനെ ഫുള്ളായിട്ടൊന്ന് കവർ ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മൾ ബ്രെഡ് ക്രംസിൽ നമുക്ക് ഒന്ന് കോട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ സിമ്പിളല്ലേ നമ്മുടെ സംഭവം. ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ഒന്ന് കാണിച്ചു തരാം. അതുപോലെ നമുക്ക് ബാക്കിയുള്ളതൊക്കെ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ നോമ്പൊക്കെ ഇത് കഴിയാനായിട്ടോ. അപ്പോൾ നിങ്ങൾ മസ്റ്റായിട്ട് ഇതുപോലെ ഒന്ന് ട്രൈ ആക്കി നോക്കിയാൽ. നമ്മളിപ്പോൾ ചിക്കൻ സമൂസ അതുപോലെ എഗ്ഗ് കൊണ്ട് കുറേ അങ്ങനെ ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കി മടുക്കുമ്പോൾ നമുക്കിങ്ങനെ ബീഫ് കൊണ്ടുള്ള ഐറ്റംസ് ഒരു പ്രത്യേക ടേസ്റ്റുമാണ്. പിന്നെ കുട്ടികൾക്ക് ഒരു പുതുമയായിട്ട് തോന്നും ചെയ്യും കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ആക്കി നോക്കണേ. ഇതായിട്ടോ എല്ലാം അത് നമ്മൾ കോട്ട് ചെയ്ത് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ചൂടായ എണ്ണയിലിട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അത് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം കേട്ടോ എണ്ണ, അല്ലെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഈ ബ്രെഡ് ക്രംസ് ഒക്കെ ഇങ്ങനെ പെട്ടെന്ന് നമുക്ക് കരിഞ്ഞു പോകുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ലോ അല്ല ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഫ്രൈ ചെയ്യുമ്പോഴൊക്കെ നമുക്ക് സിമ്പിളാണ് കേട്ടോ. ഇപ്പോൾ സ്റ്റിക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് പറ്റുമോ എന്നൊക്കെ വിചാരിക്കും, പക്ഷേ അത് നമുക്കിങ്ങനെ പൊങ്ങി നിൽക്കും കേട്ടോ. കണ്ടോ, അതേപോലെ ഇങ്ങനെ ഇതേ ഒരു ബ്രൗൺ കളറായിരിക്കും. നമുക്ക് തിരിച്ചിട്ട് കൊടുത്തിട്ട്
എണ്ണയിൽ നിന്ന് ഓരോന്നായി എടുക്കാവുന്നതേ ഉള്ളൂ. ഇതുപോലെ വളരെ സിമ്പിളായിട്ടും വളരെ ടേസ്റ്റി ആയിട്ടും തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു ബീഫ് ലോലിപോപ്പാണ്. ഉറപ്പായിട്ടും നിങ്ങളിത് തയ്യാറാക്കി നോക്കണം. ഇതിൻ്റെ കൂടെ സൈഡായിട്ട് ഒന്നും ആവശ്യമില്ല. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടൊമാറ്റോ സോസൊക്കെ ഒഴിച്ചിട്ട് കഴിക്കാം. ഇനിയിപ്പോൾ നിങ്ങൾ ബീഫ് കിട്ടില്ല എന്ന് വിഷമിക്കണ്ട, അപ്പോൾ ചിക്കൻ വെച്ചിട്ടും ചെയ്യാം കേട്ടോ, ഒരു കുഴപ്പമില്ല. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഫ്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് സ്റ്റിക്ക് കുത്തുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. പക്ഷേ അധികം നമ്മൾ കുത്തിയിട്ട് ഫ്രൈ ചെയ്തെടുക്കുമ്പോഴായിരിക്കും നമുക്ക് ഒന്നും കൂടി സിമ്പിളായിട്ട് തോന്നാം. നിങ്ങൾക്ക് ഈ വീഡിയോയും റെസിപ്പിയും ഒക്കെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുക, കമൻറ്റ് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളെ ഫാമിലി ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇൻഷാ അല്ലാഹ് അപ്പം നല്ലൊരു സ്പെഷ്യൽ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിരിക്കുക, സേഫ് ആയിരിക്കുക. അപ്പോൾ ഓക്കെ, ബൈ, താങ്ക് യു.